ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം മത്സരം ഉച്ചതിരിഞ്ഞ് 1:30 മണി മുതൽ വഡോദരയിൽ നടക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കണത്തിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകരിപ്പോ. പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകളോടെ ടീം ഇന്ത്യ കളത്തിലേക്ക്. ദക്ഷിണാഫ്രിക്കയെ കീഴടക്കി 2025 അവസാനിപ്പിച്ച നീലപ്പടയ്ക്ക് മുന്നിൽ ഇനി കിവീസ് കടമ്പ. ഏകദിന ക്രിക്കറ്റിലെ 1-2 സ്ഥാനക്കാർ മുഖാമുഖം എത്തുമ്പോൾ ക്രിക്കറ്റ് ആരാധകർക്കും ആവേശം. റോക്കോ ജോഡിയുടെ മിന്നും ഫോമിൽ തന്നെയാണ് ഇന്ത്യൻ പ്രതീക്ഷകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിരാട് കോഹ്ലി 3 മത്സരങ്ങളിൽ 2 സെഞ്ചുറി അടക്കം 302 റൺസ് അടിച്ചാണ് കഴിഞ്ഞ വർഷം ബാറ്റ് താഴെ വെച്ചത്. ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാകട്ടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ താരമായതിനൊപ്പം പ്രോട്ടീസിനെതിരെയും തകർത്തടിച്ചു. ക്യാപ്റ്റൻ ശുഭമാൻ ഗില്ലിന്റെയും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും മടങ്ങിവരവും കാണാം ന്യൂസിലാൻഡിനെതിരെ. ഏകദിന ക്രിക്കറ്റിൽ ക്യാപ്റ്റനായി ആദ്യ കിരീടമാണ് ഈ പരമ്പരയിൽ ഗില്ലിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 7 ഏകദിനങ്ങളിലും കിവീസിനെ തോൽപ്പിച്ചതിന്റെ കരുത്തും ഇന്ത്യക്ക് ആത്മവിശ്വാസമേകും. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ ഇന്ത്യക്കെതിരായ തോൽവിക്ക് ശേഷം പിന്നെ നടന്ന 9 മത്സരങ്ങളിലും ജയിച്ചാണ് ന്യൂസിലാൻഡിന്റെ വരവ്. ഏകദിന റാങ്കിങ്ങിൽ രോഹിത്തിനും കോഹ്ലിക്കും പിന്നിൽ 3-ാം സ്ഥാനക്കാരനായ ഡാരിൽ മിച്ചലാണ് ബ്ലാക്ക് ക്യാപ്സിന്റെ ബാറ്റിംഗ് പവർ ഹൗസ്. ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുള്ള ഡെവൺ കോൺവേ, ഗ്ലെൻ ഫിലിപ്സ്, ക്യാപ്റ്റൻ മിച്ചൽ ബ്രൈസ്വെൽ എന്നിവരുടെ ബാറ്റുകളിലും വൻ പ്രതീക്ഷകൾ. അത്ര പരിചയസമ്പന്നമല്ലാത്ത പേസ് നിരയാണ് പ്രധാന പ്രശ്നം. എന്നാൽ കെയിൽ ജാമിസൺ ഒറ്റയ്ക്ക് ഇന്ത്യയെ തകർക്കാൻ പോകുന്ന താരമാണ്. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.